എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു മീൻ സൂപ്പാണ്. ഇത് ശരിക്കും എൻ്റെ ടെലിഗ്രാമിൽ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാണ്. പിന്നെ സാധാരണ നമ്മൾ വലിയ മീനിൻ്റെ തല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ മീൻ തല കിട്ടിയാൽ നല്ല മുളകും ഉലുവയൊക്കെ ഇട്ടിട്ട് നല്ല കുറുക്കിയ കറിയോ അല്ലെങ്കിൽ ഗ്രേവിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാറാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഹസ്ബൻഡിനൊക്കെ കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ്. പുള്ളിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ മീറ്റ് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. സൂപ്പ് കഴിച്ചിട്ടില്ല, സൂപ്പ് ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും എന്ന് ഉറപ്പുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ തല സൂപ്പ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു മീനിൻ്റെ തല നന്നായി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു തക്കാളി, ഒരു ചെറിയ സവാള, ഒരു 3-4 സ്പൂൺ ഉണ്ടാവുള്ളൂ. പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല. ഇനി വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 കപ്പോളം തേങ്ങാപ്പാൽ, ഇത് 2-ാം പാലും 3-ാം പാലും കൂടി കൂട്ടിയതാണ്, ഒരു 4 കപ്പോളം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2 കപ്പോളം തേങ്ങ 1-ാം പാൽ ഇവിടെ. ഈ തേങ്ങാപ്പാൽ നമുക്ക് ലാസ്റ്റ് വേവെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ 2-ാം പാലും 3-ാം പാലും മിക്സ് ചെയ്തെടുത്ത് ഇതിലാണ് മീൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അരയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. സവാളയും തക്കാളിയും പച്ചമുളകും ഞാനൊരു മിക്സി ജാറിലേക്ക് ഇടുകയാണ്. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇത്തിരി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല, ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. ഞാനിതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വാസനയുണ്ട്. ആദ്യം മീൻ കഷ്ണങ്ങൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇടാം. ഇനി അരച്ചെടുത്ത അരപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ തേങ്ങാപ്പാൽ 2-ാം പാലും 3-ാം പാലും കൂടെ എടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മീൻ മുങ്ങാനുള്ള വെള്ളമായിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ച ശേഷം ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് അടച്ചു വെക്കുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ട്, ഒരു സൂപ്പിലേക്ക് വേണ്ട എരിവൊക്കെ ഉണ്ട്. ഞാൻ അടച്ചു വെക്കുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ച കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചുരുങ്ങി വരികയും ചെയ്യും, സൂപ്പ് ഒരു പാകത്തിലാവുകയും ചെയ്യും. എന്തായാലും ഞാനിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലോണം വെള്ളം കുറുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ മതി. ഞാൻ എന്തായാലും 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാല് ചേർത്തിട്ട് അധികം തിളക്കരുത്, പതുക്കെ ഒന്ന് ചൂടായാൽ മതി.
ഇനി ഓഫ് ചെയ്തു. അതൊക്കെ തിളച്ച് വന്നപ്പം ഓഫ് ചെയ്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ കൂടുതൽ ചൂടായാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കാൻ നേരം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു സൂപ്പ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് സൂപ്പ് ഇവിടെ റെഡിയായി. നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാം. ഞാൻ കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ശരിക്കും LCH ഫോളോവറായ ഒരു ടെലിഗ്രാം ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതായിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ തേങ്ങാപ്പാൽ ഇല്ലാതെയാണ് ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ അതിനേക്കാളും ഒരു സൂപ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ടച്ചും ഈ തേങ്ങാപ്പാൽ കൂടി ചേർത്തുണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ പാകമാണ്. നല്ല അടിപൊളി ഫിഷ് സൂപ്പാണ്. ഫിഷിൻ്റെ മീറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. പിന്നെ ഇതിൽ മീൻ കഴുകുമ്പം നന്നായിട്ട് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലതായിട്ട് വൃത്തിയായി കിട്ടും. വലിയ മീൻ അല്ലെങ്കിൽ പ്രത്യേകതരം വഴുവഴുപ്പുള്ള മീനൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ വൃത്തിയാക്കാറ്. പുഴ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ വൃത്തിയാക്കിയെടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.